താഴേക്ക് വാ വിദ്യ. വിദ്യ ഹലോ അളിയ, നീ ഉടനെ സ്റ്റേഷനിലേക്ക് വാ. എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുക. വിദ്യയെ കാണുന്നില്ലടാ. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു, എങ്ങും കാണുന്നില്ലടാ. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നീ ആദ്യം സ്റ്റേഷനിലേക്ക് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പുറത്തു കാണുന്ന ഈ മനുഷ്യരിലൊക്കെ ഒരു വൈറസ് ബാധിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ ന്യൂക്ലിയർ ബോംബ് സൂക്ഷിച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഇത്തരം വൈറസുകൾ പടർന്നിട്ടുണ്ട്. സിഎം ഫോട്ടോസ് എല്ലാം കണ്ടു സർ. ബാക്കി ഡീറ്റെയിൽസ് സംസാരിച്ചോണ്ടിരിക്കുക. ഇറ്റ്സ് ലൈക്ക് റേബീസ്, പേ പിടിച്ച നായ്ക്കളെ പോലെ. കടിയേറ്റ് കഴിഞ്ഞാൽ ഉടൻ തലച്ചോറിനെയാണ് ഈ വൈറസുകൾ ബാധിക്കുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരിലെല്ലാം ഒരു മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാകും. ആ സ്വഭാവം നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ പിൻഭാഗത്ത് നിന്നാണ്. ഇങ്ങനെയുള്ളവർക്ക് അത് മാത്രമാണ് പ്രവർത്തിക്കുക. ഈ വിഷബാധയേറ്റവര് 4 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല. അങ്ങനെയുള്ളവരുടെ തുപ്പല് പോലും നമ്മുടെ രക്തത്തിൽ കലർന്നാൽ നമ്മളും ആ രോഗത്തിനടിമയാകും. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷബാധയേറ്റവർ നമ്മളെ കടിക്കാതെ നോക്കണം. കടി കൊണ്ടവർ വേഗം മരിച്ചില്ലെങ്കിൽ ഭ്രാന്തി പിടിച്ചലയുന്നതാണ്. സർ, ഇതിന് പ്രതിവിധി ഉണ്ടോ സർ? ഈ വൈറസിന് ഇതുവരെ ഒരു നാട്ടിലും പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സർ, യൂറോപ്പിലെ വൈറസ് ബാധിച്ചവരുടെ അവസ്ഥ എന്തായിരുന്നു? അവിടെ മൊത്തം 4000 പേരാണ് ഉണ്ടായിരുന്നത്. ആ 4000 പേരും മരണപ്പെട്ടു. ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിനുശേഷം മനുഷ്യന്റെ ഒരു സ്വഭാവവും ഉണ്ടായിരിക്കുന്നതല്ല. അവർക്ക് എപ്പോഴും തോന്നുക കഠിനമായ വിശപ്പാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവാ. വേഗം ആംബുലൻസ് വിളിക്ക്. രാജേഷ്, രാജേഷ്, DGP നമുക്ക് ഷൂട്ടിംഗ് ഓർഡർ തന്നിട്ടുണ്ട്. വൈറസ് ബാധയേറ്റവരാരായിരുന്നാലും ഒരു നിമിഷം പോലും വൈകാതെ ഷൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്നത് ഒരു ഭ്രാന്ത് പിടിച്ച മൃഗമാണെന്ന് മറക്കരുത്. ഊട്ടിലേക്ക് വരുന്ന എല്ലാ റൂട്ടും ബ്ലോക്ക് ചെയ്തേക്ക്. ആരും ഇങ്ങോട്ട് വരാനും പാടില്ല, ആരും ഇവിടുന്ന് പുറത്ത് പോകാനും പാടില്ല. പടരാതെ ശ്രദ്ധിക്കാന്നല്ലാതെ വേറൊരു മാർഗവും നമുക്കില്ല. ഹലോ ഹലോ, നിന്റെ അനിയത്തി എവിടെ ഉള്ളത് എനിക്കറിയാം. എവിടെയാ? അവൾക്കൊന്നും പറ്റിയില്ലല്ലോ. അവളിപ്പോ എവിടെയാ? നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിന്റെ അനിയത്തിയുള്ള സ്ഥലത്തേക്ക് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാം. എന്താടാ, പോലീസുകാരനെ വരട്ടുകയാണോ? മര്യാദക്ക് എന്റെ അനിയത്തെ തിരിച്ചേൽപ്പിച്ചോ? നീ നിൽക്കുന്നതിന് പിന്നിൽ കറുത്ത ഗേറ്റുള്ള വീട് കാണാം, അവിടേക്ക് വന്നാൽ മതി. വിദ്യ എവിടെയാണോ ഉള്ളത്? ഒരു മാന്യനെ പോലെ നിന്നിട്ട് പറയണം അവളെ എവിടെയാണെന്ന് പറയാൻ.
എവിടെ കാറിലുണ്ടായിരുന്ന ആ അമേരിക്കൻ ചെറുക്കൻ? അന്ന് സംസാരിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും വൈരാഗ്യം തീർത്താ കൊന്നുകളയും ഞാൻ. എടാ നവീനെ, വെള്ളപ്പന്നി എവിടെയാ നീ ഉള്ളത്? സമാധാനമായിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ ഇവിടെ ഉള്ളത് കോയമ്പത്തൂരിലെ ഏറ്റവും ടോപ്പ് ഡോക്ടേഴ്സാ. ഇവരിവിടെ ഊട്ടിയിൽ ഒരു കോൺഫറൻസിന് വന്നതാ. ഇവരൊരു വെഹിക്കിളില് കോയമ്പത്തൂർ മെയിൻ GH പോയാലേ ഈ വൈറസിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെയാ ഉള്ളത്. ഗവൺമെന്റ് ഓർഡറാ. ഊട്ടിന്ന് ഒരു വണ്ടിയും പുറത്തേക്ക് പോകാൻ പാടില്ല, അകത്തേക്കും വരാൻ പാടില്ലെന്ന്. ഡാ ഇറങ്ങി വാടാ. വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്ന നിന്നെയൊക്കെ. ഇവിടെ ആരും ഒളിച്ചിരിക്കുന്നില്ല. നിങ്ങളുടെ അനുജത്തി എന്റെ വീട്ടിലാ ഉള്ളത്. ഞാൻ മിനിസ്റ്റർ സുകുമാരമേനോന്റെ മകളാ. എന്റെ അച്ഛന്റെ ആൾക്കാരുടെ കസ്റ്റഡിയിലാണ് നിങ്ങളുടെ അനുജത്തി ഉള്ളത്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാം. ഞങ്ങളെ കോയമ്പത്തൂർ എത്തിക്കാൻ എങ്ങനെയെങ്കിലും സഹായിക്കണം. ഹേയ്, എനിക്ക് ഈ വൈറസിനെ മരുന്നിനെ കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. വേഗം എന്റെ അനിയത്തിന്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോ. വേറെ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് ഓർഡർ വെച്ച് എല്ലാത്തിനും ചുട്ടു തള്ളും ഞാൻ. ഇതേ എന്റെ കാർ. അവരെ കൊല്ലണമെന്ന് നിർബന്ധമാണോ? അവർക്കൊരു പ്രത്യേക അസുഖമാ. അവരെ പേഷ്യന്റ് ആയിട്ടാ കാണേണ്ടത്. അല്പം പോലും മനസാക്ഷിയില്ലാതെ. എടാ നീ അവളെ പിടിച്ച് വണ്ടി കേട്ടെ. ഇത് ഞാൻ നോക്കിക്കോളാം. ഉന്നം തെറ്റൂടാ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കൺഫ്യൂസ് ആവേ. നീ പോവാൻ നോക്ക്. ഞാൻ വരുന്നുണ്ട്. ഏയ്, ഷൂട്ട് ചെയ്യടാ. ഡാ, ജസ്റ്റ് മിസ്സായി പോയടാ. ഡാ, 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 നിന്റെ പുറകില്. ഡാ, വേഗം വാടാ. വേഗം. ഏയ്, വെടിവെക്കരുത്. Please. അയ്യോ, അയാൾ ഹാൻഡിക്യാപ്ഡാ. പാവം. ഞാൻ വിചാരിച്ചു എന്റെ മേത്ത് കൊള്ളുന്നു. എന്റെ കുഴപ്പമൊന്നുമല്ല. ഡോക്ടർക്ക് അവരെ കണ്ടിട്ട് പാവം തോന്നുന്നു. അല്ല, എന്നെ കണ്ടിട്ട് പാവാൻ തോന്നുന്നില്ലേ? അവരെല്ലാവരും ഒരു വൈറസ് ബാധിച്ച പേഷ്യൻസാ. ഓ, കുറെ നേരമായി വൈറസ് തുടങ്ങിയിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ? ഷൂട്ട് ചെയ്യണോ അതോ പേഷ്യന്റ് ആയിട്ട് കാണണോ? അയ്യോ, രക്ഷിക്ക്. പാവം വിശന്നിട്ടാണ്. ശരിയാ, എനിക്കും ആ ചേട്ടനെ കണ്ടിട്ട് സഹതാപം തോന്നുന്നു. അയ്യോ, വെടിവെക്ക്. ഒരു കടിയല്ലേ അവൻ ചോദിക്കുന്നേ? അയ്യോ, please. ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കുന്ന പോലെ അയ്യോ. ആ വിരൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അതൊരു ത്യാഗമല്ലേ? ഈ idiot, shoot ചെയ്യ്. എന്താ ഡോക്ടർ അനാവശ്യമൊക്കെ പറയുന്നേ? അവരവർക്ക് അനുഭവം വരുമ്പോഴേ മനസ്സിലാവൂ. ചെക്ക് ഓൺ ദിസ്. ഓക്കെ ഡോക്ടർ. വേഗം 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 ഫാസ്റ്റ് വേഗം വേഗം അയ്യോ ഡോക്ടർ വേഗം ഓടി വാ വേഗം വേഗം എല്ലാരും അതൊക്കെ ഒരു വാദം ഇടയ്ക്ക് സാമ്പിൾസ് എല്ലാം ഉണ്ടെന്ന് ചെക്ക് ചെയ്യ വേഗം ഉണ്ടല്ലോ അല്ലേ ആ നവീൻ, Renu, are you safe? ഡോണ്ട് വറി, ഐ എം ഫൈൻ. അയ്യോ, നീ അവിടെ സേഫ് അല്ലേ? എന്റെ കാര്യം വിട്ടേക്ക്. നിനക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ഞാൻ കോയമ്പത്തൂർ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ, ഓക്കെ, ബൈ. ബൈ. ലവ് യു. ലവ് യു ടു. തീർന്നു. ഒന്ന് സൂക്ഷിച്ചു ഓടിക്കടാ. അല്ല മോളെ, കുറച്ചു നേരത്തേക്ക് ഫോൺ